പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2024 ഹല്ലേലൂയ സ്തോത്രം ഡിസംബർ മാസം 5-ാം തീയതി വ്യാഴാഴ്ച പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാൻ, കർത്താവിനെ സ്തുതിക്കുവാൻ നമ്മുടെ സ്വർഗീയ പിതാവ് നമുക്ക് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ കർത്താവ് നമ്മളെ കാത്തു പരിപാലിച്ചില്ലേ? ഒന്നോർത്ത് നോക്കി, എത്ര അത്ഭുതകരമായിട്ട് കഴിഞ്ഞ പകൽക്കാലം നമ്മളെ നടത്തിയത്. അതിനായിട്ട് കർത്താവിന് സ്തോത്രം പറഞ്ഞാട്ടെ. സ്തോത്രം 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 സ്തോത്രം. രാത്രികാലം നൽകിയ നല്ല ഉറക്കത്തിനായിട്ട് കർത്താവിന് സ്തോത്രം പറഞ്ഞ് സ്തോത്രം 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 സ്തോത്രം. പ്രത്യേകിച്ച് ഇന്നലത്തെ മീറ്റിങ്ങിനെ അനുഗ്രഹമാക്കി തീർത്തതിന് കൈകൾ ഉയർത്തിപ്പിടിച്ചിട്ട് കർത്താവിന് സ്തോത്രം പറഞ്ഞ് സ്തോത്രം 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 സ്തോത്രം. ഈ പകൽക്കാലം ക്രിസ്തയേശുവിൽ നമ്മളെ ജയത്തോടെ നടത്തുന്നതിന് കരം ഉയർത്തിപ്പറ, കർത്താവെ നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം. അങ്ങ് ഞങ്ങളെ കൈപിടിച്ച് നടത്തുന്നതിന് സ്തോത്രം. ഞങ്ങൾക്ക് ബുദ്ധി ഉപദേശിച്ച് ആലോചന പറഞ്ഞ് തന്ന് ഞങ്ങളെ നടത്തുന്ന കൃപകൾക്കായിട്ട് സ്തോത്രം. അപ്പാ, അങ്ങ് നല്ലവൻ, അങ്ങ് വല്ലഭൻ, അങ്ങയുടെ ദയ ഇന്നും എന്നേക്കുമുള്ളതാകിയാൽ സ്തോത്രം. സങ്കീർത്തനക്കാരൻ പറയുക 34-ാം സങ്കീർത്തനത്തിൽ, ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും, അവൻ്റെ കർത്താവിൻ്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേലിരിക്കും. നമ്മുടെ ജീവിതം അങ്ങനെ ആയിരിക്കണം. എപ്പോഴും ഈ താങ്ക്സ് ഗിവിംഗ് മാസത്തിൽ എപ്പോഴും ദൈവത്തെ സ്തുതിക്കണം, എല്ലാത്തിനും ദൈവത്തെ സ്തുതിക്കണം. കർത്താവിന് ഏത് സാഹചര്യത്തെയും മാറ്റുവാൻ കഴിയും, ഏതവസ്ഥയിലും കർത്താവ് പ്രവർത്തിക്കും. അവൻ എത്ര നാറ്റം വെച്ച അവസ്ഥയാണെങ്കിലും അതിനകത്ത് അത്ഭുതം ചെയ്യാൻ നമ്മുടെ കർത്താവിന് കഴിയും. അതുകൊണ്ട് എല്ലാ സാഹചര്യത്തിലും കർത്താവിന് സ്തോത്രം ചെയ്യുക. നമുക്ക് ഒരുമിച്ച് കരങ്ങൾ ഉയർത്തി ഒന്നുകൂടെ സ്തോത്രം പറയാം. സ്തോത്രം സ്തോത്രം സ്തോത്രം. നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവേ, ഞങ്ങൾ ഒരുമിച്ച് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ പ്രഭാതത്തിൽ അങ്ങയുടെ സന്നിധിയിലേക്ക് അടുത്തു വരുന്നു. അപ്പോൾ ഞങ്ങൾ അങ്ങയുടെ പൊന്മുഖത്തേക്ക് നോക്കി അങ്ങയെ ആരാധിക്കുന്നു, അങ്ങയെ സ്തുതിക്കുന്നു, അങ്ങേക്ക് സ്തോത്രയാഗം അർപ്പിക്കുന്നു. അങ്ങ് നല്ലവനാകുന്നു, അങ്ങ് വിശ്വസ്തനാകുന്നു, അങ്ങ് മാറാത്തവനാകുന്നു. അങ്ങയുടെ ദയ ഞങ്ങളോടുള്ളത് എന്നേക്കുമുള്ളതാകിയാൽ സ്തോത്രം. ഈ പ്രഭാതത്തിൽ ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക. ലോകവ്യാപകമായി എല്ലാവരും അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. തൻ്റെ കുഞ്ഞുങ്ങൾ ഇന്ന് ആയിരിക്കുന്ന ഏതവസ്ഥയിലും അത്ഭുതം ചെയ്യുന്ന പിതാവ് അങ്ങാകിയാൽ സ്തോത്രം ചെയ്യുന്നു. ഏത് സാഹചര്യത്തിലും അങ്ങേക്ക് അത്ഭുതം ചെയ്യാൻ കഴിയും. അങ്ങ് അധികം കൊണ്ടും അല്പം കൊണ്ടും അത്ഭുതം ചെയ്യുന്നവനാണ്. അങ്ങക്ക് അസാധ്യമായിട്ട് ഒന്നുമില്ല. അതുകൊണ്ട് തൻ്റെ കുഞ്ഞുങ്ങൾ ഇന്ന് പ്രഭാതത്തിൽ ഈ ശബ്ദം കേൾക്കുന്ന തൻ്റെ മക്കൾ ഭാരപ്പെട്ടിരിക്കുന്ന വിഷയം എന്ത് തന്നെയാണെങ്കിലും അതിന്മേൽ അത്ഭുതം നടക്കട്ടെ. നസ്രയനായ യേശുവിൻ നാമത്തിൽ അതിന്മേൽ അത്ഭുതം നടക്കട്ടെ. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ എന്ത് വിഷയത്തിൽ ഭാരപ്പെട്ടിരിക്കുന്നു ആ വിഷയം മനസ്സിലോട്ട് കൊണ്ടുവന്നേ. എന്നിട്ട് പറ, യേശുവിൻ നാമത്തിൽ ഇതിൽ അത്ഭുതം നടക്കട്ടെ, ഇതിൽ അത്ഭുതം നടക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇതിന്മേൽ അത്ഭുതം നടന്നതിനായിട്ട് സ്തോത്രം 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 സ്തോത്രം. കർത്താവേ, രോഗത്താൽ ഭാരപ്പെടുന്നവർ പൂർണ്ണ വിടുതൽ പ്രാപിച്ചിരിക്കുന്നതിന് സ്തോത്രം. അവരുടെ മാനസികമായ വിഷമങ്ങൾ മാറിപ്പോയിരിക്കുന്നതിനായിട്ട് സ്തോത്രം. പ്രത്യേകിച്ച് കർത്താവെ, അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകമായിട്ട് കർത്താവെ, കർത്താവിൻ്റെ വേലയിലായിരിക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണം. ലോകവ്യാപകമായൊരു റിവൈവൽ ഉണ്ടാകുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. അതുപോലെ വിവാഹപ്രായമായ കുഞ്ഞുങ്ങളുടെ വിവാഹം തക്ക സമയത്ത് നടക്കുന്നതിന് ഞങ്ങൾ നന്ദി പറയുന്നു കർത്താവെ. ഹല്ലേലൂയ സ്തോത്രം. ഭവനത്തിൻ്റെ പണിയോടുള്ള ബന്ധത്തിൽ പല കാരണങ്ങളാൽ ഭാരപ്പെട്ടിരിക്കുന്നവർ ഇന്ന് യേശുവിൻ നാമത്തിൽ അത്ഭുതം കാണട്ടെ. യേശുവിൻ്റെ നാമത്തിൽ അത്ഭുതം കാണുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. അതുപോലെ കർത്താവെ, മറ്റ് പ്രയാസങ്ങളും ഭാരങ്ങളും ഒക്കെ അനുഭവിക്കുന്നവരുണ്ട്. അവരെയൊക്കെ അങ്ങനെ കരങ്ങളിൽ തരുന്നു. എല്ലാവരുടെ മേലും ദൈവിക പ്രവൃത്തി, കർത്താവിൻ്റെ സമാധാനമൊക്കെ വെളിപ്പെടുന്നതിന് സ്തോത്രം. പ്രാർത്ഥന കേട്ടതിനായിട്ട് നന്ദി. സകല മഹത്വവും പുകഴ്ച അപ്പയ്ക്ക് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ ആമേൻ ആമേൻ. കർത്താവ് എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ സ്തോത്രം. പ്രത്യേകിച്ച് ഓർപ്പിക്കാനുള്ളത്, നാളെ രാവിലെ ഇന്ത്യൻ സമയം 8:15 രാവിലെ 8:15 നമ്മുടെ സഭായോഗം ആരംഭിക്കുന്നത്. നിങ്ങൾ പ്രാർത്ഥനയോടുകൂടെ അതിൽ പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുക. നിങ്ങൾ ആരും തന്നെ നാളത്തെ മീറ്റിംഗ് മിസ് ചെയ്യരുത്. എല്ലാവരും അതിൽ പങ്കെടുക്കണമേ എന്ന് സ്നേഹത്തോടെ ഓർപ്പിക്കുന്നു. അതുമാത്രമല്ല, വരുന്ന ഞായറാഴ്ച മുതൽ തിങ്കളാഴ്ച മുതൽ നമുക്ക് പ്രത്യേകമായ റിവൈവൽ ആൻഡ് ഹീലിംഗ് ഫെസ്റ്റിവലാണ്. തിങ്കൾ ചൊവ്വ ബുധൻ വ്യാഴം ദിവസങ്ങളിൽ. അതുകൊണ്ട് ആ മീറ്റിങ്ങുകളിലും നിങ്ങൾ പങ്കെടുക്കുവാനായിട്ട് പ്രത്യേകമായിട്ട് ഓർക്കണം. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഇന്ന് പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവ് തന്നിരിക്കുന്ന ആലോചന എന്ന് പറയുന്നത്, നമുക്കറിയാം, 2 കൊരിന്ത്യർ ലേഖനം 2-ാമത്തെ അധ്യായം 11-ാമത്തെ വാക്യമാണ്. അതിനകത്ത് പറയുന്നത്, സാത്താൻ നമ്മെ തോൽപ്പിക്കരുത്, അവൻ്റെ തന്ത്രങ്ങളെ നാം അറിയാത്തവരല്ലല്ലോ. സാത്താൻ നമ്മളെ തോൽപ്പിക്കരുതെന്നല്ല, സാത്താൻ നമ്മുടെ മേൽ അഡ്വാൻറ്റേജ് എടുക്കരുത്. കാരണം അവൻ്റെ തന്ത്രങ്ങളെ
നാം അറിയാത്തവർ അല്ലല്ലോ. ഹല്ലേലൂയ. അപ്പം പിശാചിൻ്റെ തന്ത്രങ്ങളെ നമ്മൾ എപ്പോഴും അറിഞ്ഞിരിക്കണം. പിശാചിൻ്റെ പദ്ധതി എന്ന് പറഞ്ഞാൽ നമ്മളെ ഭയപ്പെടുത്തുക, നമ്മളെ അറിവില്ലാത്തവരാക്കുക, നമുക്ക് ക്രിസ്തുവിലുള്ള അധികാരങ്ങളെ, ക്രിസ്തുവിലുള്ള നന്മകളെ നമ്മൾ തിരിച്ചറിയാതെ നമ്മൾ ഇഗ്നോറൻ്റ് ആയിട്ടിരിക്കുമ്പോൾ അതിൻ്റെ മേൽ ആണ് പിശാച് എപ്പോഴും അഡ്വാൻറ്റേജ് എടുക്കാൻ നോക്കുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മൾ ദൈവത്തിൻ്റെ മക്കളാണെന്നുള്ള ആ വലിയ ബോധ്യവും യേശു ക്രിസ്തുവിൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന ദൈവിക അനുഗ്രഹങ്ങളും ദൈവിക അധികാരങ്ങളും നമ്മളെപ്പോഴും തിരിച്ചറിയണം. ആ അധികാരം നമ്മൾ തിരിച്ചറിയുമ്പോഴാണ് നമുക്കതിനകത്ത് ജയകരമായിട്ട് കർത്താവ് നമുക്ക് ഒരുക്കിയിരിക്കുന്ന നന്മകളെ അനുഭവിച്ചുകൊണ്ട് മുന്നേറാൻ കഴിയത്തുള്ളൂ. ഇല്ലെങ്കിൽ എന്തു പറ്റും? നമ്മൾ വിചാരിക്കും നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല, അപ്പോൾ പിശാച് നമ്മുടെ ഉള്ളിൽ നമ്മളെ കൊണ്ടൊന്നിനും കൊള്ളത്തില്ല, നമുക്ക് കഴിവില്ല, നമ്മൾ പ്രാപ്തരല്ല എന്നുള്ള ആ ചിന്ത, നമ്മുടെ പോയ കാലങ്ങൾ, നമ്മുടെ ബലഹീനതകൾ, ഇതൊക്കെ നമ്മുടെ മനസ്സിലിട്ട് നമ്മളെ ഇങ്ങനെ നിരാശപ്പെടുത്തി തകർക്കാൻ നോക്കും. എന്നാൽ നമ്മൾ തിരിച്ചറിയണം, ഞാൻ ക്രിസ്തുവിൽ അവകാശിയാണ്. യേശു ക്രിസ്തു മുഖാന്തരം ദൈവത്താൽ ഞാൻ അനുഗ്രഹിക്കപ്പെട്ട വ്യക്തിയാണ്. ദൈവത്തിൻ്റെ ജീവൻ എൻ്റെ അകത്ത് വന്നിരിക്കുന്നു. പൈശാചിക ശക്തികളെല്ലാം എൻ്റെ കാലിൻ്റെ കീഴിലായിരിക്കുക. ഇന്ന് എനിക്ക് യേശു എന്ന നാമത്തിൽ അസാധാരണ കാര്യങ്ങളെ ചെയ്ത് മുന്നേറാൻ സ്വർഗം എന്നെ അധികാരപ്പെടുത്തിയിരിക്കുക. ഹല്ലേലൂയ. ആ നാമത്തിൽ എനിക്ക് പിശാചിനോട് എതിർത്ത് നിൽക്കുവാനും പിശാചിനെ തോൽപ്പിക്കുവാനുള്ള അധികാരം നൽകപ്പെട്ടിരിക്കുന്നു. ഈ തിരിച്ചറിവ് നമ്മുടെ അകത്ത് എപ്പോഴും ഉണ്ടാകണം. അപ്പം അങ്ങനെ വരുമ്പോൾ എന്നാ പറ്റും? നമുക്ക് ധൈര്യത്തോടെ മുന്നേറാൻ കഴിയും. നമുക്ക് എന്ത് ആവശ്യമുണ്ടോ അത് യേശുവിൻ്റെ നാമത്തിൽ നമുക്ക് വിളിച്ചു വരുത്താം. എന്ത് ക്യാൻസൽ ചെയ്യണോ അത് യേശുവിൻ്റെ നാമത്തിൽ നമുക്ക് ക്യാൻസൽ ചെയ്യാം. ഏത് സാഹചര്യത്തിലും യേശു ക്രിസ്തു എന്ന നാമം നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആ നാമം, അതിൻ്റെ അധികാരം തിരിച്ചറിഞ്ഞുകൊണ്ട് വിശ്വാസത്തോടുകൂടെ ഒരു ദൈവത്തിൻ്റെ പൈതൽ ആ നാമം ഉപയോഗിക്കുമ്പോൾ അതിനകത്ത് അത്ഭുതം നടക്കും. പ്രിയപ്പെട്ടവരെ, ഇന്ന് പ്രഭാതത്തിൽ ആ ഒരു ബോധ്യം നമ്മുടെ എല്ലാവരുടെയും അകത്തുണ്ടാകട്ടെ. എനിക്ക് ആ നാമം തന്നിരിക്കുന്നു എന്നുള്ള തിരിച്ചറിവ് നമുക്ക് എല്ലാവർക്കും ഉണ്ടാകട്ടെ. ദൈവ മക്കളാണെന്നും നമുക്ക് ദൈവികമായി ലഭിച്ചിരിക്കുന്നതായ കാര്യങ്ങളും നാം തിരിച്ചറിയണം. അല്ലെങ്കിൽ പിശാച് നമ്മുടെ മേൽ എന്തെടുക്കും? നമ്മുടെ ശത്രു നമ്മുടെ മേൽ അഡ്വാൻറ്റേജസ് എടുക്കുവാൻ സാധ്യതയുണ്ട്. നമുക്ക് ലഭിച്ചിരിക്കുന്ന അധികാരങ്ങൾ, അനുഗ്രഹങ്ങൾ, നമ്മുടെ കൂടെ നിൽക്കുന്ന ദൈവിക ദൂതന്മാർ, ഇതെല്ലാം നമ്മൾ തിരിച്ചറിയണം. ഇതൊക്കെ എങ്ങനെയാണ് തിരിച്ചറിയുന്നത്? ദൈവവചനം ധ്യാനിക്കണം, നമ്മൾ വിശ്വസിക്കണം, എന്നിട്ട് നമ്മുടെ അധരം കൊണ്ട് നമ്മൾ പ്രൊക്ലെയിം ചെയ്യണം. ഇതൊക്കെ ചെയ്യുമ്പോഴേ നമുക്കിതിനകത്ത് ജയിച്ച് പോകാൻ കഴിയുള്ളൂ. ഇല്ലെങ്കിൽ നമ്മൾ ഇന്നും നിരാശപ്പെട്ട് തളർന്ന് അയ്യോ വിശ്വാസിയാണോ ആന്നു, എന്നാൽ എന്നും ഭാരവും പ്രയാസവുമായിട്ട് പോകേണ്ടതായിട്ട് വരും. എന്നാൽ ലഭിച്ചിരിക്കുന്നതായ അനുഗ്രഹങ്ങളെ തിരിച്ചറിഞ്ഞ് അത് അനുഭവിച്ചു മുന്നേറുവാൻ കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ ഓരോരുത്തരെയും ഈ ദിവസങ്ങളിൽ സഹായിക്കുമാറാകട്ടെ. നിങ്ങളായിരിക്കുന്ന ദേശത്തിന് വേണ്ടി, നിങ്ങളായിരിക്കുന്ന ചുറ്റുപാടുകളിലൊക്കെ നിങ്ങൾക്ക് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമം ഉപയോഗിക്കാൻ കഴിയും. അത് ഒരു ദൈവ പൈതൽ എന്ന നിലയിൽ എല്ലാവർക്കും യേശുവിനെ കർത്താവായി സ്വീകരിച്ചു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ആ നാമം ഉപയോഗിക്കാനുള്ള അധികാരം നൽകുകയാണ്. സുന്ദരൻ ഗോപുരത്തിലെങ്കിൽ ഇരുന്ന മുടന്തനായ മനുഷ്യൻ എഴുന്നേൽക്കുന്നത് കണ്ട് എല്ലാവരും ആശ്ചര്യപ്പെട്ടു. അയ്യോ, എന്തുവാണ് ഇത്രയും വർഷങ്ങളായിട്ട് നടക്കാൻ കഴിയാത്തവർ? ഈ പത്രോസും യോഹന്നാനോട് കൂടി പറഞ്ഞപ്പോൾ എഴുന്നേറ്റല്ലോ എന്ന് പറഞ്ഞു എല്ലാവരും ആശ്ചര്യപ്പെട്ട് ഈ പത്രോസിനെയും യോഹന്നാനെയൊക്കെ ഇങ്ങനെ ഭയങ്കര ഇതാക്കി നോക്കുക. അയ്യോ, ഇവന്മാർ ഭയങ്കരമാണല്ലോ, ഇവർ പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റല്ലോ എന്നൊക്കെ പറഞ്ഞപ്പോൾ 3-ാം അധ്യായത്തിൻ്റെ 12-ാമത്തെ വാക്യത്തിൽ പത്രോസ് പറയും, ഇതെങ്കിലും ആശ്ചര്യപ്പെടുന്നത് എന്ത്? ഈ മുടന്തൻ എഴുന്നേറ്റത് നിങ്ങൾ എന്തിനീ ആശ്ചര്യപ്പെടുന്നത്? ഞങ്ങളുടെ സ്വന്തം ശക്തി കൊണ്ടോ ഭക്തി കൊണ്ടോ ഇവനെ നടക്കുമാറാക്കി എന്ന പോലെ ഞങ്ങളെ ഉറ്റുനോക്കുന്നത് എന്തിന്? അപ്പോൾ എന്നിട്ട് പറയാം, യേശുവിൻ്റെ നാമത്തിലെ വിശ്വാസത്താൽ ആ യേശുവിൻ്റെ നാമം തന്നെ നിങ്ങൾ കാണുകയും അറിയുകയും ചെയ്യുന്ന ഇവൻ ബലം പ്രാപിപ്പാൻ കാരണമായി തീർന്നു. അവൻ മുഖാന്തരമുള്ള വിശ്വാസം ഇവന് ഇന്ന് നിങ്ങളെല്ലാവരും കാണുക ആരോഗ്യം വരുവാൻ ഹേതുവായി തീർന്നു. അപ്പോൾ എന്തുവാ അവർ പറഞ്ഞേ? അപ്പോൾ ഇതുപോലെ യേശുവിൻ്റെ നാമത്തിൽ നമുക്കും അത്ഭുതങ്ങൾ ചെയ്യാൻ കഴിയും. യേശുവിൻ്റെ നാമത്തിൽ ശത്രുവിനെ നമുക്ക് തോൽപ്പിക്കുവാൻ കഴിയും. അസാധ്യങ്ങളെ സാധ്യമാക്കുവാൻ കഴിയും. ഈ മുടന്തൻ എഴുന്നേറ്റതുപോലെ ഇതിലും വലിയ അത്ഭുതങ്ങൾ നിങ്ങളിലൂടെ സംഭവിക്കും. ഈ നാമത്തിലുള്ള വിശ്വാസവും ബോധ്യവും അത് ഉപയോഗിക്കുകയും ചെയ്യുക. അപ്പോൾ അത്ഭുതങ്ങൾ കാണാൻ കഴിയും കേട്ടോ. ഈ വാക്യം നിങ്ങൾ ഒന്നുകൂടെ ധ്യാനിച്ചു നോക്കണം. അപ്പോസ്തലപ്രവൃത്തി 3-ാം അധ്യായത്തിൻ്റെ 12-ാമത്തെ വാക്യം. ഇതിങ്കിൽ ആശ്ചര്യപ്പെടുന്നത് എന്ത്? ഞങ്ങളുടെ സ്വന്തം ശക്തി കൊണ്ടോ ഭക്തി കൊണ്ടോ ഇവനെ നടക്കുമാറാക്കി എന്ന പോലെ ഞങ്ങളെ ഉറ്റുനോക്കുന്നത് എന്ത്? എന്നൊരു 16-ാമത്തെ വാക്യത്തിൽ പറഞ്ഞ ഇതൊന്നുമല്ല, യേശുവിൻ്റെ നാമത്തിലെ വിശ്വാസത്താൽ യേശുവിൻ്റെ നാമം തന്നെ നിങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന ഇവൻ ബലം പ്രാപിപ്പാൻ കാരണമായി തീർന്നു.
അവൻ മുഖാന്തരമുള്ള വിശ്വാസം ഇവനെ ഇന്ന് നിങ്ങളെല്ലാവരും കാണുക ആരോഗ്യം വരുവാൻ ഹേതുവായി തീരും. ഈ നാമം എവിടെയും ഉപയോഗിക്കുക. പഴയ നിയമത്തിൽ പറഞ്ഞിട്ടുണ്ട് വൃഥാവായി എടുക്കരുത്. എന്നാൽ പുതിയ നിയമത്തിൽ പറഞ്ഞ് നിങ്ങൾ എന്നാ ചെയ്താലും ഈ നാമം ഉപയോഗിച്ച് ചെയ്യണം. ഇതിനകത്ത് അത്ഭുതമുണ്ട്, ഇതിനകത്ത് വിടുതലുണ്ട്, ഇതിനകത്ത് ഉയർച്ച വരും. അതുകൊണ്ട് ഈ നാമത്തിൽ സകലതും ചെയ്യുക, ഈ നാമത്തിൽ സകലതും പറയുക, ഈ നാമം ഉപയോഗിക്കുക, മുന്നേറുക. സാത്താൻ നമ്മളോട് ചെവി പറയും, പിശാച് പറയും, ഇതൊന്നിൻ്റെ ആവശ്യമില്ല, ഒക്കെ ചുമ്മാ പറയുന്ന അവൻ്റെ തന്ത്രങ്ങളെ നമ്മൾ തിരിച്ചറിയണം. എന്നിട്ട് യേശുവിൻ്റെ നാമം ഉപയോഗിച്ച് മുന്നേറുക. കേട്ടോ, കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അത്ഭുതങ്ങൾ നടക്കും, അടയാളങ്ങൾ നടക്കും, വീര്യപ്രവൃത്തികൾ നടക്കും. നമ്മൾ വിശാലമാകും, നമ്മൾ ഉയർച്ച പ്രാപിക്കും. വി ആർ ബ്ലസ്ഡ്, we are really blessed, we are permanently blessed and highly favored. God bless you, God bless you, God bless you.